നിലവിൽ 8 ഗവർണർമാരുടെയും ഒരു ലഫ്റ്റനന്റ് ഗവർണറുടെയും ഒഴിവാണ് നികത്താനുള്ളത്. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ബ്രസീലിലേക്ക് പോകുന്നതിന് മുന്നോടിയായി പ്രാഥമിക പരിഗണനയിലുള്ളവരെ നിയമിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. മധ്യപ്രദേശിൽ നിന്നുള്ള മുതിർന്ന നേതാവായ കൈലാസ് ജോഷി, ഡൽഹിയിലെ മുൻ പ്രതിപക്ഷ നേതാവ് വി കെ മൽഹോത്ര, UP മുൻ സ്പീക്കർ കേസരിനാഥ് ത്രിപാഠി, പഞ്ചാബിൽ നിന്നുള്ള മുതിർന്ന നേതാവ് ബൽറാംജി ദാസ് ടണ്ടൻ തുടങ്ങിയവരുടെ പേരാണ് പ്രാഥമിക പട്ടികയിലുള്ളത് എന്നാണ് സൂചന. UPA സർക്കാർ നിയമിച്ച ഗവർണർമാർക്ക് പകരമായി മുതിർന്ന BJP നേതാക്കളെ നിയമിക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ട് ആഴ്ചകളായി. ഇതേ തുടർന്ന് UP ഗവർണർ BL ജോഷി, ഛത്തീസ്ഗഡിലെ ശേഖർ ദത്ത്, പശ്ചിമബംഗാളിൽ നിന്ന് MK നാരായണൻ, ഗോവയിൽ നിന്ന് BV വാച്ചു, മിസോറാമിൽ നിന്ന് വക്കം പുരുഷോത്തമൻ, നാഗാലാൻഡിൽ നിന്ന് അശ്വിനി കുമാർ തുടങ്ങിയവർ രാജിവെച്ചു. കർണാടക ഗവർണർ HR ഭരദ്വാജിന്റെയും ത്രിപുര ഗവർണർ ദേവനാഥ് കുൻവറിന്റെയും കാലാവധിയും അവസാനിച്ചു. ഗുജറാത്ത് ഗവർണർ കമല ബേനിവാളിനെ സ്ഥലം മാറ്റുകയും ചെയ്തു. ഈ സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ ഒഴിവുകളുള്ളത്. പഞ്ചാബ് ഗവർണർ ശിവരാജ് സിംഗ് പാട്ടീലും മഹാരാഷ്ട്ര ഗവർണർ K ശങ്കരനാരായണനും കേരള ഗവർണർ ഷീല ദീക്ഷിതും സംസ്ഥാന മാറ്റ ഭീഷണിയിലുമാണ്. മീഡിയ 1 ഡൽഹി.